Hi everyone, welcome to CC Plus Tuition. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒരു പോസ്റ്റർ എന്നുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ എക്സാമിനെല്ലാം ഹിന്ദിയുടെ എക്സാമിനെല്ലാം 4 മാർക്കിന്റെ ഒരു പോസ്റ്റർ നമുക്ക് എഴുതേണ്ടതായിട്ട് വരും അല്ലേ. അത് UP ക്ലാസ്സിലായാലും അതുപോലെ തന്നെ ഹൈസ്കൂൾ ക്ലാസ്സുകളിലായാലും നമുക്കൊരു പോസ്റ്റർ എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു പോസ്റ്റർ സിമ്പിൾ ആയിട്ട് എഴുതുന്നത്, പോസ്റ്ററിൽ എഴുതാൻ എന്തൊക്കെ കാര്യങ്ങൾ വേണം? അപ്പോൾ നമ്മൾ 2 രീതിയിലുള്ള പോസ്റ്റർ പഠിച്ചിട്ടുണ്ട്. ഒരു പോസ്റ്റർ എങ്ങനെയാണ്, ഇപ്പൊ നമുക്കൊരു അവയർനെസ് കൊടുക്കുന്ന തരത്തിലുള്ള ഒരു പോസ്റ്ററും ചോദിക്കാറുണ്ട്, ഒരു പ്രോഗ്രാമിന്റെ ഇൻവിറ്റേഷന് വേണ്ടിയിട്ടുള്ള ഒരു പോസ്റ്ററും ചോദിക്കാറുണ്ട്. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഏതാണ് ചോദിച്ചിരിക്കുന്ന മോഡൽ പോസ്റ്റർ എന്ന് കൂടി അറിയണം. അപ്പൊ ചിലത് നമുക്ക് ചോദിക്കാം, ഇപ്പോ ജലത്തിന്റെ പ്രാധാന്യത്തെ പറ്റിയിട്ട് ഒരു പോസ്റ്റർ ചോദിക്കാണ്. ആ ഒരു പോസ്റ്ററിൽ വരുന്ന കാര്യങ്ങൾ എന്താണ്, ആ ഒരു മെസ്സേജ് മാത്രം മതി, ആ മെസ്സേജ് ഉൾപ്പെടുത്തിയാണ് എഴുതുന്നത്. പക്ഷെ നമ്മൾ ഇത് പഠിക്കാൻ പോകുന്നത് അതല്ല. നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പോസ്റ്ററാണ്. ഇപ്പൊ നിങ്ങൾക്ക് ചോദിക്കുകയാണ്, ഒരു ഹിന്ദി ദിവസിന്റെ ഒരു പ്രോഗ്രാം സ്കൂളിൽ നടക്കുകയാണ്, അതിനെ ബേസ് ചെയ്തിട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കണം. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടണമെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ പോസ്റ്ററിൽ ആദ്യം വേണ്ടുന്നത്, അപ്പൊ ഹിന്ദി ദിവസത്തിന്റെ പ്രോഗ്രാം ആണ് മിസ് നടത്തുന്നതെന്ന് പറഞ്ഞു അല്ലേ. അവിടെ അതാണ് നമ്മൾ കൊടുക്കുന്ന ആ ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ അതിനകത്ത് ആദ്യം നമുക്ക് അറിയേണ്ട കാര്യം, ആ പ്രോഗ്രാം നടത്തുന്നത് എവിടാണെന്ന് അറിയണം അല്ലെ. അപ്പൊ നമുക്ക് ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യാനുള്ളതാ, ആ പ്രോഗ്രാം എവിടെ നടക്കുന്നു എന്നറിയണം. അതിനെന്താണ്, ആദ്യം നമ്മൾ ആ സ്ഥലം കൊടുക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. സ്ഥലം കൊടുക്കണം. ആ പ്രോഗ്രാം എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണെന്ന് നമ്മൾ ആദ്യം കൊടുക്കാൻ പോകുന്നത്. ഇത് ഹിന്ദി ദിവസ്. ഹിന്ദി ദിവസ് എന്താണെന്ന് ആർക്കെങ്കിലും അറിയാമോ? എന്നാണ്, സെപ്റ്റംബർ 14 അല്ലെ. സെപ്റ്റംബർ 14 ഹിന്ദി ദിവസ് വരുന്നത്. അപ്പൊ ആ ഹിന്ദി ദിവസത്തിന് നടത്തുന്ന പ്രോഗ്രാം ആണ്, അതിലേക്ക് ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യനിൽ വരുന്നത്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യാം, ഡേറ്റ് കൊടുക്കണം. അപ്പൊ ഡേറ്റിന് ഹിന്ദിയിൽ പറയുന്ന വേർഡ് എന്താണോ, ജസ്റ്റ് മിസ് അതിനകത്ത് വരുന്ന കാര്യങ്ങൾ ഒന്ന് പറയാം. അതിനുശേഷം നമുക്കത് പോസ്റ്ററിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പൊ നോക്കിക്കേ, ആദ്യം വരുന്നത് എന്താണ്, താരീഖ് എന്നുള്ളതാണ്. താരീഖ് എന്നുള്ളത് അറിയാത്ത കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ എഴുതിക്കോളുക, ഡേറ്റ് ആണ്. താരീഖ് എന്താണ്, ഡേറ്റ് ആണ്. അപ്പൊ അതിൽ ഡേറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഡേറ്റ് കൊടുക്കുന്നത്? അത് നിങ്ങൾക്ക് എന്താണ്, മാസം കറക്റ്റ് കൊടുത്തിട്ട് ഡേറ്റ് കൊടുക്കാം. ഇൻ കേസ് നിങ്ങൾക്ക് ഡേറ്റ് അറിയില്ല, ഹിന്ദിയിൽ ഡേറ്റ് അറിയാൻ എഴുതാൻ അറിയാത്തവരാണെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ഏത് ഡേറ്റ് വേണമെങ്കിലും അവിടെ കൊടുക്കാം. ഫോർ എക്സാമ്പിൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡേറ്റ് കൊടുക്കാം. എന്നാ നോക്കിക്കേ, ഒരു ഡേറ്റ് നമ്മൾ കൊടുത്തു. അപ്പൊ നമ്മൾ ഈ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, ആ തീയതിയോടൊപ്പം തന്നെ ദിവസം നമ്മൾ പറയണം, ഏത് ദിനാണെന്ന് പറയണം. അതറിയാത്തവരുണ്ട് പലർക്കും. എന്താണ്, ഏത് ദിവസമാണെന്ന് ഹിന്ദിയിൽ ഓരോ ദിവസത്തിനെയും പറയുന്ന ഹിന്ദി വേർഡ് അറിയാത്തവരുണ്ട്. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒന്ന് പഠിച്ചങ്ങ് വെക്കാം. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇൻ കേസ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ ഈസി ആയിട്ട് തോന്നുന്നത്, രവിവാറോ സോമവാറോ അതുപോലെ എളുപ്പമുള്ളത് നിങ്ങൾക്ക് ഒരെണ്ണം പഠിച്ചു വെക്കാം. അപ്പൊ നമ്മൾ ഇവിടെ എഴുതുന്നത് ഏതാണ്, രവിവാർ എഴുതാം അല്ലെങ്കിൽ സോമവാർ എഴുതാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടെങ്കിൽ എന്താണ്, അത് നോട്ട് ചെയ്യുക. ഇല്ലെങ്കിൽ സോമവാർ ഏതാണ്, വർക്കിംഗ് ഡേയ്സ് എടുക്കാം. നമുക്ക് പ്രോഗ്രാം നമുക്ക് വർക്കിംഗ് ഡേയ്സിൽ കൊടുക്കാം. അപ്പൊ സോമവാർ എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് വരുന്ന അല്ലെങ്കിൽ മീനിങ് എന്താണെന്ന് കൂടി അറിയാത്തവരുണ്ടെങ്കിൽ എഴുതിക്കൊള്ളുക, മൺഡേ ആണ്. ഓക്കെ, മൺഡേ ആണ് സോമവാർ. അപ്പൊ ഡേറ്റ് വേണം. അപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്നാണ്, താരീഖ് എന്നുള്ളത്. അപ്പൊ സ്കൂളിന്റെ പേര് ഒരു പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂൾ കൊടുക്കാം. നമ്മൾ SLC ലെവലിലോട്ടൊക്കെ വരുമ്പോൾ നമ്മൾ പറയാറുണ്ട് സ്കൂളിന്റെ പേര് കൊടുക്കരുത്. അപ്പോൾ ലൈക്ക് എന്താ ABC സ്കൂളെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു സ്കൂളിന്റെ പേര് നമുക്ക് സർക്കാരി സ്കൂളെന്നോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കൊടുക്കാം. അപ്പൊ സ്കൂളിന്റെ പേരിന് ശേഷം വരുന്നതാണ് താരീഖ് എന്നുള്ളത് അല്ലെ. താരീഖ് എന്നുള്ളത് വരും. ഡേറ്റ് ഇങ്ങനെ തന്നെ ഡേറ്റ് കൊടുക്കുക. ഒപ്പം എന്ത് വേണം, ഡേറ്റ് മാത്രം മതിയോ? ഇപ്പൊ ഒരു ഡേറ്റ് നമ്മൾ പറഞ്ഞു സെപ്റ്റംബർ. ഇപ്പൊ നമുക്ക് ഇത് എക്സാമ്പിൾ കൊടുത്തേക്കുന്നത്, നമുക്ക് ഇവിടെ വേണ്ടുന്ന ഡേറ്റ് എന്താണ്, സെപ്റ്റംബർ 14 ആണ് വേണ്ടുന്നത് അല്ലെ. സെപ്റ്റംബർ 14 ആണെന്ന് പറഞ്ഞു. അപ്പൊ ആ സെപ്റ്റംബർ 14 എല്ലാ ദിവസവും അവർക്ക് അവിടെ വന്നിരിക്കാൻ പറ്റുമോ? അത് പറ്റില്ലല്ലോ. അപ്പൊ നമുക്ക് എന്താണ്, കറക്റ്റ് ആ ടൈം പറയണം. ആ പ്രോഗ്രാം ആ ദിവസം സെപ്റ്റംബർ 14 ഏത് ടൈമിൽ നടത്തൂ എന്നുള്ളത് ക്ലിയർ ആയിട്ട് പറയണം. ആ പോസ്റ്റർ കണ്ടു കഴിഞ്ഞ് എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ പറ്റണം. അപ്പൊ സമയം എന്ന് പറഞ്ഞാൽ എന്താണ്, ടൈമാണ് മക്കളമാരെ. ടൈം കറക്റ്റ് കൊടുക്കുക. അപ്പൊ മിസ് ഇവിടെ കൊടുത്തേക്കുന്നത് 9 മണിയാണ്. അപ്പൊ 9 മണി എങ്ങനെ ഹിന്ദിയിൽ പറയും? 9 മാത്രം എഴുതി വെച്ചാൽ മതിയോ? പോരാ. അപ്പൊ നമുക്ക് തീരെ അറിയാത്ത കുഞ്ഞുമക്കൾ എന്ത് ചെയ്യുക, ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ എഴുതുക. അല്ലെങ്കിൽ കൂടെ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ നൗ ബജെ എന്നുള്ളത് കൊടുക്കുക. അപ്പൊ ഇങ്ങനെ തന്നെ സമയം എഴുതുക. ഒപ്പം അതിനുശേഷം എഴുതേണ്ടത് എന്താണ്, ആ ഡേറ്റിൽ ആ സമയം കൊടുത്തു അല്ലെ. അപ്പൊ അവിടെ നടക്കുന്ന പ്രോഗ്രാം നമ്മൾ അതിന് മുമ്പേ എഴുതും. അത് ആ ഫോർമാറ്റിലോട്ട് വരുമ്പോൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. അപ്പൊ ഇവിടെ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളതാണ് മിസ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ താരീഖ് എഴുതി, സമയം എഴുതി, ഇനി എന്ത് വേണം,
അപ്പൊ ആ ഒരു പ്രോഗ്രാം, ഏതൊരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യും അല്ലെ, അപ്പൊ ആരാണ് ഇനാഗുറേഷൻ ചെയ്യുന്നത് എന്നുള്ളത് കൊടുക്കാം. ഉദ്ഘാടൻ. അപ്പൊ ഉദ്ഘാടനം എഴുതുമ്പോ പ്രയാസം ഉണ്ടാവും. അതെന്ത് ചെയ്യാ, നിങ്ങൾക്ക് ഈ വേർഡ് എല്ലാം പഠിച്ചിട്ട് പോവാം. അപ്പൊ ഇച്ചിരി കൂടെ സിമ്പിൾ ആക്കാൻ മിസ് ഒരു ട്രിക്ക് പറഞ്ഞു തരട്ടെ. ഈ പറഞ്ഞിരിക്കുന്ന താരീഖ്, സമയം, ഉദ്ഘാടനം ഇതെല്ലാം എഴുതി പഠിക്കുക. ഇത് എഴുതി പഠിച്ചിട്ട് ഒരു പോസ്റ്റർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ സ്കൂളിന്റെ പേര് കൊടുക്കുക, വിഷയം കൊടുക്കുക, ഡയറക്റ്റ് ഇതെല്ലാം എഴുതി വെച്ചിട്ട് ഇതിനകത്തോട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ ആൻസർ ആഡ് ചെയ്ത് പോയാൽ മതി. അപ്പൊ അവിടെ ചെന്നിരിക്കുമ്പോൾ അയ്യോ താരീഖ് എന്നുള്ളതിന് നമ്മൾ എങ്ങനെ എഴുതണം എന്നുള്ള ആ ഒരു കൺഫ്യൂഷൻ വരില്ല. അപ്പൊ എന്താണ് താരീഖ്, സമയം, ഉദ്ഘാടനം എന്നുള്ളത് ഫില്ല് ചെയ്യണം. ഉദ്ഘാടനം എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു മന്ത്രി എന്നുള്ളത് കൊടുക്കാം. മിനിസ്റ്റർ വരട്ടെ, അപ്പൊ മന്ത്രി എന്നുള്ളത് കൊടുക്കാം. മിനിസ്റ്റർ ആണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. ദെൻ അതിനുശേഷം വരുന്നത് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് വരുന്ന എന്താണ്, സമയം വന്നു, ഉദ്ഘാടനം വന്നു. ഇനി എന്താണ്, എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യാന്നുള്ള ജോലിയാണ് വരുന്നത്. അപ്പൊ അതിന് എന്താണ് പറയുക, ഓൾ ആർ വെൽക്കം എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്. അപ്പൊ ഇവിടെ ഹിന്ദിയിൽ പറയുന്നത് സബ്കാ സ്വാഗത്. സ്വാഗത് എന്നാണ് പറയുന്നത്, തെറ്റിക്കരുത്. സബ്കാ സ്വാഗത് എന്ന് കൂടി എഴുതി അതാണ് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു പോസ്റ്റർ കൺക്ലൂഡ് ചെയ്ത് നിർത്തുന്നത്. അങ്ങനെയാണ്. അപ്പൊ വിട്ടുപോകരുത്, ഒന്നുകൂടെ പറയട്ടെ. പോസ്റ്ററിനകത്ത് വേണ്ടുന്നത് ആ ഒരു സ്കൂളിന്റെ നെയിം വേണം. ഓക്കെ, സ്കൂളിന്റെ നെയിം കൊടുക്കണം. അപ്പൊ സ്കൂളിന്റെ നെയിം എങ്ങനെയാ കൊടുക്കണേന്ന് മിസ് പറഞ്ഞു, മോഡൽ കാണിക്കാം. സ്കൂളിന്റെ നെയിം വേണം. ദെൻ എന്താണ്, സബ്ജക്റ്റ് വേണം. ഏത് സബ്ജക്റ്റിനെ റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പോസ്റ്റർ എഴുതുന്നത് എന്നുള്ളത് വേണം. ആ സബ്ജക്റ്റ് വേണം, സ്കൂൾ നെയിം വേണം. ദെൻ നമുക്ക് വേണ്ടുന്നതാണ് താരീഖ് എന്നുള്ളത്. താരീഖ്, സമയ, ഉദ്ഘാടൻ, ദെൻ എന്താണ് ലാസ്റ്റ് സബ്കാ സ്വാഗത് എന്ന് പറഞ്ഞ് നിർത്തുക. അപ്പം എല്ലാവരും ചോദിക്കും, മിസ്സേ ആ ഒരു പോസ്റ്ററിനകത്ത് പോസ്റ്റർ എന്ന് നമ്മൾ എഴുതി വെക്കണോന്ന്. അതിന്റെ ആവശ്യമുണ്ടോ? ക്വസ്റ്റ്യനിൽ ഓൾറെഡി പോസ്റ്റർ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ മക്കളമാർ എന്ത് മിസ്റ്റേക്ക് ചെയ്യരുത്, ആ ഒരു പോസ്റ്ററിന്റെ ആ ഒരു കോളത്തിനകത്ത് പോസ്റ്റർ എന്ന് എഴുതി വെക്കേണ്ട ആവശ്യമില്ല. കണ്ടന്റ് സ്കൂളിന്റെ പേര് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്കൂളിന്റെ പേര് തൊട്ട് സബ്കാ സ്വാഗത് എന്നുള്ളത് വരെ മതിയാവും. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഒരു കാര്യം ചെയ്യാം. ഇതിനെ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്ക് ആദ്യം സ്കൂളിന്റെ പേര് കൊടുക്കാന്ന് പറഞ്ഞല്ലേ. അപ്പൊ സ്കൂളിന്റെ പേരെന്താണ്, സർക്കാരി സ്കൂൾ കൊല്ലം. അപ്പൊ സർക്കാരി സ്കൂൾ കൊല്ലം എന്നാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. സ്ഥലം നിങ്ങൾക്ക് ഇഷ്ടാനുസരിച്ച് കൊടുക്കാം. സർക്കാരി സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് എന്താണ്, ഗവൺമെന്റ് സ്കൂൾ എന്നുള്ളതാണ്. അപ്പൊ അതെന്തെങ്കിലും ഒരു സ്കൂളിന്റെ പേര്, നിങ്ങളുടെ സ്കൂളിന്റെ പേര് കൊടുക്കുക. അപ്പൊ മിസ് പറഞ്ഞത് ഒന്നുകൂടെ ഓർത്തുള്ളത്, ഈ വീഡിയോസ് എന്താണ്, SLC എക്സാമിനുള്ളവർ ഒരിക്കലും എന്ത് ചെയ്യരുത്, സ്കൂളിന്റെ പേര് മെൻഷൻ ചെയ്യരുത്. ഒരു സ്കൂളിന്റെ പേര് നിങ്ങൾ എക്സ്ട്രാ കൊടുക്കാം. ABC സ്കൂൾ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. അപ്പൊ അതിനനുസരിച്ച് ചെയ്യാം. നിങ്ങളുടെ സ്കൂളിന്റെ പേര് ഒരിക്കലും ഒരു കാരണവശാലും പേപ്പറിനകത്ത് ഉണ്ടാവരുത്. അപ്പൊ നെക്സ്റ്റ് എന്താണ് വേണ്ടുന്നത്, അപ്പൊ നമുക്കൊരു ബോക്സ് വരച്ച് പോകാട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ആ ബോക്സിന് അപ്പുറത്തോട്ട് എഴുതരുത്. അതിന് വേണ്ടിയിട്ടാണ് മിസ് ആദ്യമേ ബോക്സ് വരച്ചത്. അപ്പൊ എന്ത് ചെയ്യാ, സർക്കാരി സ്കൂളിൽ നിന്ന് കൊടുത്ത് കുറച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്ന് അട്രാക്റ്റീവ് ആവാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് വരച്ച് പിക്ചറൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. പക്ഷെ പിക്ചറിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതിലാവരുത്, നമുക്ക് കണ്ടന്റ് ആണ് പ്രാധാന്യം. ഓക്കെ, ദെൻ സർക്കാരി സ്കൂൾ എന്നുള്ളത് എഴുതി. നമ്മൾ പിന്നെ പറഞ്ഞത് വിഷയമാണ് അല്ലെ. നമ്മുടെ വിഷയം എന്താണ്, നമ്മൾ എന്ത് പ്രോഗ്രാമാണ് നടത്താൻ പോകുന്നതെന്നുള്ളതാണ്. അപ്പോൾ സിമ്പിൾ ആയിട്ട് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം, ഹിന്ദി ദിവസം എന്നുള്ളതാണ് അല്ലെ. ഹിന്ദി ദിവസം എന്നുള്ളതാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ആ ഹിന്ദി ദിവസം എന്നുള്ളത് നമ്മൾ വളരെ ചെറുതായിട്ട് എഴുതണം അല്ലെ, ആരും കാണരുത്. അങ്ങനെയാണോ ചെയ്യേണ്ടത്? ഒരിക്കലും അല്ല. ആ ഹിന്ദി ദിവസം എന്നുള്ള പോസ്റ്ററിനകത്ത് ആ ഹിന്ദി ദിവസം എന്നുള്ള ആ ഒരു സബ്ജക്റ്റ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ വിഷയം എന്ത് ചെയ്യുക, മാക്സിമം വലുതാക്കി തന്നെ എഴുതുക, അല്ലെങ്കിൽ അത് അട്രാക്റ്റീവ് ആക്കി തന്നെ എഴുതുക. ഹിന്ദി ദിവസം എന്നുള്ളതാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഹിന്ദി ദിവസം എന്നുള്ളത് എഴുതുക. ദെൻ ഹിന്ദി ദിവസം എന്ന് കഴിഞ്ഞിട്ട് പിന്നീട് എന്ത് വേണം, അപ്പോ ഹിന്ദി ദിവസം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോവാ. അപ്പൊ നമുക്കറിയാം 14-ാം തീയതിയാണ്, സെപ്റ്റംബർ 14-ാണ്. അപ്പോ 14-ന് എന്താണ്, ഹിന്ദി ദിവസം എന്നാണുള്ളത് കൊടുത്തു. നമുക്കിനി മിസ് പറഞ്ഞതിനകത്ത് ഒന്നുകൂടെ ഓർത്ത് നോക്കിയ മക്കളെ, താരീഖ് എന്നുള്ളതാണ് ആദ്യം വേണ്ടുന്നത്. അപ്പൊ നേരത്തെ പഠിച്ചത് എങ്ങനെ നമ്മൾ എഴുതും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ കാണാം, നമ്മൾ അത് കാണാതെ പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അത് എഴുതാം എന്ന് വെച്ചാൽ നോക്കിക്കേ. അപ്പൊ നമ്മൾ പഠിച്ചു താരീഖാണ് ആദ്യം പഠിച്ചത്, വിട്ടുപോകരുതേ. രണ്ടാമത് നമ്മൾ എന്ത് പറഞ്ഞു, സമയം പറഞ്ഞു അല്ലേ, സമയം എന്നുള്ളത് പറഞ്ഞു. അപ്പൊ സമയ. നെക്സ്റ്റ് നമ്മൾ എന്താ പറഞ്ഞത്, താരീഖ് എഴുതി, സമയം എഴുതി, ഒരു ഉദ്ഘാടനം വേണം എന്ന് പറഞ്ഞു. അപ്പൊ ഉദ്ഘാടനം എഴുതാം. അപ്പൊ നേരത്തെ
മിസ് പറഞ്ഞില്ലായിരുന്നോ പോസ്റ്ററിനകത്ത് ഇവിടെ പോസ്റ്റർ എന്ന് ഒരു കാരണവശാലും എഴുതി വെക്കരുത്. ഇങ്ങനെ കോളം വരച്ച് പോസ്റ്റർ എഴുതുമ്പോൾ താരീഖ് എഴുതണം. അപ്പൊ നമ്മൾ പഠിച്ച 3 കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതെല്ലാം ഫില്ല് ചെയ്ത് ഓക്കെ, ഇതെല്ലാം ഫില്ല് ചെയ്യുക. ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇതിനകത്തോട്ട് നമുക്ക് പഠിച്ച നമ്മൾ തന്നിട്ടുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യുക. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, താരീഖ് സ്വന്തമായിട്ട് എഴുതുക, അല്ലെങ്കിൽ ഡേറ്റ് നമ്മൾ സ്വന്തമായിട്ട് എഴുതേണ്ട അവസരം എപ്പോഴാ, ഡേറ്റ് തരാത്തപ്പോഴാ. ഇപ്പൊ നമുക്ക് തന്നേക്കുക ജൂലൈ 31 ഒരു പ്രോഗ്രാം നടക്കുന്നത്. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യനകത്തോട്ട് എഴുതി നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ എഴുതുക ഇത് ആൻസർ നിങ്ങൾ എഴുതുന്നു ഇപ്പോൾ ജൂലൈ 31 ഒരു കാര്യം നടത്തുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അന്ന് എഴുതുന്നത് നമ്മൾ ക്രിസ്മസ് എക്സാമിന് ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്നതെന്ന് വെച്ചോ. അപ്പൊ ഡിസംബറില, അപ്പൊ നമ്മൾ എഴുതി വെക്കുക ഡിസംബർ 21. അപ്പൊ ആ കാണുമ്പോൾ തന്നെ ടീച്ചർ ആ പേപ്പർ നോക്കുമ്പോൾ എന്ത് മനസ്സിലാവും, അപ്പൊ നിങ്ങളൊരു ഡേറ്റ് എഴുതി വെച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് പോസ്റ്റർ എഴുതാൻ അറിയാമല്ലോ എന്നല്ല ടീച്ചർ ചിന്തിക്കുന്നത്. നിങ്ങൾ കെയർലെസ് ആയിട്ടാണ് ക്വസ്റ്റ്യൻ വായിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് യാതൊരു പിടിയും കിട്ടിയിട്ടില്ല. നിങ്ങൾ എന്തോ പോസ്റ്റർ എന്ന് കണ്ടു, അപ്പോഴേ നിങ്ങളുടെ ഉള്ള അറിവ് വെച്ചു പോസ്റ്റർ അറ്റൻഡ് ചെയ്യാൻ പോയി. ആ രീതിയിലല്ല ചെയ്യേണ്ടത്. നമുക്ക് ആ ഡേറ്റ് അതിൽ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ ക്ലിയർ ആയിട്ട് എഴുതുക. അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുന്ന ടൈമിൽ ഡേറ്റ് തന്നിട്ടുണ്ടോ, സബ്ജക്ട് തന്നിട്ടുണ്ടോ, അത് സ്വന്തമായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണോ എന്നുള്ളത് കൺഫേം ചെയ്തിട്ട് മാത്രം പോസ്റ്റർ എഴുതാൻ പോവുക. പോസ്റ്ററിൽ അങ്ങനെയാണ് സ്കോർ ചെയ്യാനും നമുക്ക് എത്ര മാർക്ക് കിട്ടും, 4 മാർക്ക് നമുക്ക് ഉറപ്പായിട്ടും കിട്ടും. അഥവാ നിങ്ങൾക്ക് അറിയില്ല, അത്രയും കണ്ടന്റ് ചേർത്ത് എഴുതാൻ അറിയില്ലെങ്കിൽ വിടണ്ട. ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ഫോർമാറ്റ് കീപ്പ് ചെയ്ത് എഴുതുകയാണെങ്കിൽ 1.5 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്ക് നിങ്ങൾക്ക് അവിടെ തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. അറിയില്ല എന്നുള്ളൊരു കാരണം വെച്ച് നിങ്ങൾ അത് വിടാതിരിക്കുക. ഓക്കെ, അപ്പൊ എന്താ ഡേറ്റ് പറഞ്ഞു, ഇപ്പൊ മിസ് പറഞ്ഞായിരുന്നല്ലേ ഡേറ്റ് പറഞ്ഞേക്കുന്നത് 14. അപ്പൊ ഇനി പറഞ്ഞേ ഒരു ഡേ കൂടെ കൊടുക്കണമെന്ന് പറഞ്ഞില്ലേ. അപ്പൊ നമ്മൾ ഏത് ഡേയാ പഠിച്ചു വെച്ചത്, സോമവാർ അല്ലെങ്കിൽ മൺഡേ എന്നുള്ളത് പഠിച്ചു വെച്ചു അല്ലേ. അതുകൂടി എന്ത് ചെയ്യുക, ഇതിന്റെ കൂട്ടത്തിൽ എഴുതുക സോമവാർ. ഓക്കെ, ഇനി അടുത്ത സമയമാണ് വേണ്ടുന്നത്. മിസ് അവിടെ പറഞ്ഞു തന്നു രാവിലെ, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഉച്ചയ്ക്ക് എന്നുള്ളത് കൊടുക്കാം. അത് നിങ്ങളുടെ ആ ഒരു ഇത് ഇഷ്ടമനുസരിച്ച് സമയമൊക്കെ കൊടുക്കാം. സമയം ഒരിക്കലും എന്തായാലും ക്വസ്റ്റ്യനിൽ തരാറില്ല, അപ്പൊ നിങ്ങൾക്ക് സമയം കൊടുക്കാം. എന്താ 9 മണി എന്നുള്ളത് കൊടുത്തു, അല്ലെങ്കിൽ എന്താണ് ഉച്ച കഴിഞ്ഞ് കൊടുക്കുവാണെങ്കിൽ വൈകുന്നേരം ആണെങ്കിൽ ഷാം എന്ന് കൊടുക്കാം. ഷാം എന്ന് പറഞ്ഞാൽ എന്താണ്, ഈവനിങ് ആണ്. ഷാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിന്റെ പേരാണോ, അല്ല, എന്താണ് വൈകുന്നേരത്തിനെയാണ് എന്ത് പറയുന്നത്, ഷാം എന്ന് പറയുന്നത്. രാവിലെ എന്ത് പറയും നമ്മള്, സുബഹ്, സുബഹിനെയാണ് രാവിലെ അല്ലെങ്കിൽ മോർണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതുകൂടി ഓർത്തോളുക. അപ്പൊ അത് വേണമെങ്കിൽ ഇവിടെ ചേർക്കാം. സുബഹ് എന്താ നൗ ബജെ എന്ന് വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ നൗ ബജെ എന്ന് കൊടുത്താലും മതി. അപ്പൊ ഉദ്ഘാടനം ആരാണ്, നമ്മൾ പറഞ്ഞു നമുക്ക് എളുപ്പം എഴുതാൻ എളുപ്പം മന്ത്രി എന്നുള്ളത്. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഹിന്ദി ദിവസം അല്ലേ, നമുക്ക് ഹിന്ദി അധ്യാപകരെ വിളിക്കാം. അപ്പൊ ഹിന്ദി അധ്യാപക് എന്ന് കൊടുത്താലും മതിയാവും. ഓക്കെ, അപ്പൊ മന്ത്രി കൊടുത്താൽ കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് വേണം, ഇൻവൈറ്റ് ചെയ്യണം. നമ്മളെ ഒരു പ്രോഗ്രാമിന് ഒരാൾ ഇൻവൈറ്റ് ചെയ്യാതെ നമ്മൾ അതിന് പോവോ, ഒരിക്കലും ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ലാസ്റ്റ് ഓൾ ആർ വെൽക്കം എന്നുള്ളത് തന്നെ ഹിന്ദിയിൽ സബ്കാ സ്വാഗതം എന്നുള്ളത് കൊടുക്കുക. ഓക്കെ, അപ്പൊ സബ്കാ സ്വാഗതം എന്ന് കൊടുക്കുക. അപ്പൊ അങ്ങനെ എന്താണ് നമ്മള് പോസ്റ്റർ 4 മാർക്കിനുള്ള പോസ്റ്റർ എഴുതി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഈ രീതിയിലാണ് പോസ്റ്റർ എഴുതേണ്ടത്. അപ്പൊ അതിന്റെ കൂടെ തന്നെ ഹിന്ദി ദിവസത്തിനെ പറ്റി എന്തെങ്കിലും സെന്റൻസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയതിനു ശേഷം, ഇപ്പൊ ഹിന്ദിയുടെ ഇമ്പോർട്ടൻസ് വല്ലോ 1-2 സെന്റൻസ് തന്നിട്ടുണ്ടെങ്കിൽ അത് വായിച്ച് മീനിങ് മനസ്സിലാക്കി അതുകൂടി നിങ്ങൾക്ക് അവിടെ ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പോസ്റ്റർ എന്താണെന്നുള്ള കൺസെപ്റ്റ് എല്ലാം കണ്ടല്ലേ, അതെങ്ങനെയാണ് എഴുതേണ്ടത്, അതിനകത്ത് നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്കുകൾ എന്താണെന്നെല്ലാം മനസ്സിലായി. അപ്പൊ നമുക്കറിയാം ഈസി ആയിട്ട് ഹിന്ദി പഠിക്കാൻ പറ്റും. നമ്മൾ ശരിയായ രീതിയിൽ ഹിന്ദി പഠിക്കാത്തത് കൊണ്ടാണ് നമുക്ക് എപ്പോഴും ടഫായിട്ടുള്ള സബ്ജക്റ്റിന്റെ കൂട്ടത്തിൽ ഹിന്ദി ഉൾപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പോസ്റ്റർ എന്താണെന്നൊക്കെ പഠിച്ചു. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായി കാണും നമ്മൾ ശരിയായിട്ടുള്ള രീതിയിൽ ഹിന്ദി പഠിക്കാത്തത് കൊണ്ടാണ് എപ്പോഴും ഹിന്ദി ഒരു ടഫ് സബ്ജക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഈസി ആയിട്ടുള്ള രീതിയിൽ പഠിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ലേ, അപ്പോൾ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ട്യൂഷനാണ് CC+ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എന്താ അവിടെ സ്റ്റേറ്റ്, CBSE എല്ലാ ട്യൂഷനും അവൈലബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ളവർക്കെല്ലാം എന്ത് ചെയ്യാം, CC+ 1-to-1 ട്യൂഷന്റെ ഭാഗമാകാം. അതിനായിട്ടുള്ള ലിങ്കും താഴെ പിൻ ചെയ്യുന്നതാണ്, കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നല്ലതുപോലെ പഠിച്ച് ഹിന്ദിയിൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ.